പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് കോഴിക്കോട് പരിസരത്ത് നടന്ന ഒരു നിക്കാഹിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ആണ് പറയാനുള്ളത്. ആ നിക്കാഹിൻ്റെ ഇസ്ലാമികമായ കർമ്മശാസ്ത്രപരമായ ശരിതെറ്റുകൾ ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാകാൻ വലിയ പണ്ഡിതോചിതമായ അപഗ്രഥനങ്ങൾ സാമാന്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. അവർക്ക് പരിചയമുള്ള വിവാഹത്തിൻ്റെ രീതിയും ആ നിക്കാഹിൽ നടന്ന രീതിയും താരതമ്യം ചെയ്താൽ തന്നെ അവർക്ക് എളുപ്പത്തിൽ ഒറ്റനോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, മനസ്സിലാവും. പക്ഷേ ഈ കാര്യത്തിന് അതിനപ്പുറത്തുള്ള ചില തലങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇസ്ലാം തനിമയുള്ള വ്യതിരക്തതയുള്ള ഒരു ആശയവും സംസ്കാരവും ഒക്കെയാണ്. അതിനർത്ഥം ഇസ്ലാമിന് ലോകത്ത് മറ്റ് ആശയങ്ങളുമായി, മതങ്ങളുമായി, സംസ്കാരങ്ങളുമായി, പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരു തരത്തിലുള്ള പൊരുത്തങ്ങളും ഇല്ല എന്നല്ല. പല ആശയങ്ങളുമായും പലതരത്തിലുള്ള പൊരുത്തങ്ങളും തീർച്ചയായും ഇസ്ലാമിന് ഉണ്ട്. അപ്പോഴും ഇസ്ലാമിനെ ഇസ്ലാമാക്കി തീർക്കുന്ന അതിൻ്റെ വ്യതിരക്തതകളുണ്ട്. ഈ വ്യതിരക്തതകൾ മനസ്സിലാക്കുക എന്നത് ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ ബോധം, ആ ജാഗ്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമികം അല്ലാതായിട്ട് മാറും. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ വ്യതിരക്തതകളെ, പ്രത്യേകിച്ച് മറ്റ് ആശയങ്ങളിൽ നിന്ന് അതിനെ വ്യതിരക്തമാക്കുന്ന കാര്യങ്ങളെ മറക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണത എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതത് കാലത്ത് അതീശ ശക്തിയായി നിലനിൽക്കുന്ന, പ്രബല ശക്തിയായി നിൽക്കുന്ന ആശയങ്ങളിലേക്ക് ഇസ്ലാമിനെ ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. ഇസ്ലാമിൻ്റെ കുറഞ്ഞ ആദ്യകാല നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് എപ്പോഴും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രവണതകൾ ഉയർന്നു വരുന്നത് കാണാൻ കഴിയും. അതിനെതിരായി ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം കൂടിയാണ് ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിനെ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളുമായി, ആശയങ്ങളുമായി, സംസ്കാരങ്ങളുമായി യോജിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് ലയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ അളവുകൾക്ക് പല സമയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പലരും പല രീതിയിലാണ്, പല അളവിലാണ് അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പിഴച്ച സൂഫികൾ ഇസ്ലാമിനെ ഹിന്ദു മതത്തിൻ്റെ അദ്വൈത സിദ്ധാന്തവുമായി യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഇസ്ലാമിനെ അദ്വൈതത്തിൽ ലയിപ്പിക്കുക എന്ന ഒരു പദ്ധതിയാണ് അവർ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. മുഅ്തസിലികൾ ഗ്രീക്ക് തത്വചിന്തക്കനുസൃതമായി ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച് അബദ്ധസഞ്ചാരത്തിൽ ഏർപ്പെട്ട ആളുകളാണ്. അതേപോലെ ആധുനിക ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ദീനേ ഇലാഹി എന്ന പേരിൽ ഹിന്ദു മതത്തിന്, ഹിന്ദു സംസ്കാരത്തിന്, ബ്രാഹ്മണ സംസ്കാരത്തിന് അനുസൃതമായ രീതിയിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെയും ബ്രാഹ്മണ മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഘടകങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പുതിയ ഹിന്ദുമതം രൂപീകരിക്കാനോ, പുതിയൊരു ഇസ്ലാം മതം രൂപീകരിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു മതം ഉണ്ടാക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ
ബ്രാഹ്മണ മതത്തിൻ്റെ വീക്ഷണകോണിലൂടെ നോക്കിക്കാണാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിരുന്നു അക്ബറിൻ്റെ ദീനെ ഇലാഹി എന്ന പുതിയ മത പ്രസ്ഥാനം. ആധുനിക കാലത്ത് ആധുനികതയുമായി, മോഡേണിസവുമായി ഇസ്ലാമിനെ യോജിപ്പിച്ച് ഒരു മോഡേണായ ഇസ്ലാമിനെ ആവിഷ്കരിക്കുവാൻ, മോഡേണിസ്റ്റ് ഇസ്ലാം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല തുറകളിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിൻ മോഡേണേജ് സൊസൈറ്റി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഭാഗത്തു നിന്നുള്ള ബൗദ്ധികമായ ആക്രമണത്തിൻ്റെ മുമ്പിൽ അത് തകർന്ന് തരിപ്പണമായി പോയതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ഖാദിയാനിസം, അഹമ്മദിയ ജമാഅത്ത് എന്നവർ പറയുന്ന പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുസൃതമായ രീതിയിൽ ഒരു ഇസ്ലാമിനെ രൂപപ്പെടുത്താൻ നടത്തിയ ശ്രമമായിരുന്നു. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും മേൽ കൈവക്കുകയല്ല ഖാദിയാനിസം ചെയ്തത്. മറിച്ച് അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറയുന്നതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്ത്യപ്രവാചകത്വം എന്നതിനെ അതിൽ ഭേദഗതി വരുത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായ രീതിയിൽ ഇസ്ലാമിൽ ജിഹാദില്ല, അത് പുതിയ കാലത്ത് പ്രസക്തമല്ല, അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതാണ് ഖാദിയാനിസം നിർവഹിച്ച, സാമ്രാജ്യത്വത്തിന് വേണ്ടി ഏറ്റെടുത്തതും നിർവഹിക്കാൻ ശ്രമിച്ചതുമായ കാര്യം. കേരളത്തിലെ ഒരു പ്രമുഖ പണ്ഡിതൻ പറഞ്ഞതുപോലെ എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, എന്നാൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ അയച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് എന്ന് പറഞ്ഞതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അതേപോലെ ഇപ്പോൾ കേരളത്തിൽ ചില അകമ്പൊരുൾ മൗലവിമാർ നടത്തുന്നത് ഹിന്ദുത്വത്തിനനുസൃതമായ, ഹിന്ദുത്വം ഒരു വലിയ ശക്തിയായി രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു ഇസ്ലാമിനെ രൂപപ്പെടുത്തുക എന്നതാണ് അത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമെന്ന് പറയുന്നത്. അതേപോലെ ലിബറലിസത്തിന് അനുസൃതമായ, അനുരൂപമായ ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ശ്രമങ്ങൾ, ചെറിയ ചെറിയ സംഘടനകൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിനകത്ത് വലിയ ഒരു പിന്തുണ, സാമാന്യ ജനത്തിൻ്റെ പിന്തുണയോ പണ്ഡിതന്മാരുടെ പിൻഫലമോ ഒന്നും അതിനില്ല എങ്കിൽ പോലും അത്തരം പദ്ധതികൾ മുസ്ലിം ലോകത്ത്, അല്ലെങ്കിൽ പല നാടുകളിലും, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പല സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും.